ആയുസ്സിന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേവലം റമദാന്റെ 10-30 ദിവസത്തിനപ്പുറത്ത് ഒരു ശാശ്വതമായ ഒരു പരിഹാരം കഴിവിന്റെ പരമാവധി കൊണ്ട് നടക്കണമെന്ന് ആത്മാർത്ഥമായി കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ഇപ്പോൾ അവന്റെ മനസ്സിലേക്ക് എടുത്തു വെക്കേണ്ട ചില കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നെന്താണെന്നറിയോ? ഒന്ന്, എനിക്കൊന്ന് മാറണം എന്ന അടിയുറച്ചൊരു തീരുമാനം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ്. എനിക്ക് മാറിയേ പറ്റൂ. വിശുദ്ധ റമദാനിൽ ഞാൻ എന്തൊക്കെ തിന്മകൾ ഒഴിവാക്കിയോ ആ തിന്മകളിൽ നിന്നും എനിക്ക് ഇനിയും മുക്തമായി വിശുദ്ധമായ ഒരു ജീവിതം കൊണ്ടു നടന്നേ പറ്റൂ എന്നൊരു ഉറച്ചൊരു തീരുമാനം അവനവന്റെ മനസ്സിൽ ഉദിക്കണമെന്നാണ്. ഞാൻ ആമുഖമായി കൊണ്ട് ഓതി വെച്ച ആയത്ത് റഹ്മാനായ റബ്ബ് പറഞ്ഞതാണ്. എന്താ റബ്ബ് പറയും? വല്ലദീന ജാഹദു ഫീനാ. നമ്മുടെ വിഷയത്തിൽ നന്നായി പരിശ്രമിക്കുന്നവർ. എന്നാൽ നമ്മുടെ വിഷയത്തിൽ പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് അങ്ങനെ തന്നെയാകാൻ ജിഹാദ് ചെയ്യുക, പരിശ്രമിക്കുന്നവരാരാണോ ലനഹ്ദിയന്നഹും സുബുലനാ, ലനഹ്ദിയന്നഹും സുബുലനാ, അവർക്കുള്ള വഴി ഞാൻ കാണിച്ചു കൊടുക്കുമെന്നാണ്. അത് വിശുദ്ധ റമദാൻ നമ്മൾ ശ്രദ്ധിച്ചു, റബ്ബ് നമുക്ക് നല്ല അനുകൂല സാഹചര്യം നൽകി. ഇനിയും നമ്മൾ ആ ശ്രദ്ധ വേണമെന്നാണ്. റഹ്മാനായ റബ്ബ് പറയാ, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അവനവൻ ഓരോ വ്യക്തികളും നന്നാകണമെന്ന് തീരുമാനിക്കാതെ, സ്വന്തത്തിന് മാറ്റം വരുത്താതെ റഹ്മാനായ റബ്ബ് ഒരു ജനതയെ മാറ്റൂല എന്നാണ്. രണ്ട് പദം ഉപയോഗിച്ച്, വ്യക്തി, സമൂഹം. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ഓരോ വ്യക്തികളും നന്നാകുമ്പോൾ ഒരു സമൂഹം തന്നെ മാറുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സിൽ ഓരോ ഒരു മാറണമെന്ന ആത്മാർത്ഥമായ ഒരു കൊതിയും ആഗ്രഹവും അതിനനുസരിച്ചുള്ള പരിശീലനവും നമ്മുടെ ഭാഗത്തുണ്ടാകണം. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരാണ് എന്നോട് ഇഫ്ഫത്ത് അഥവാ ലൈംഗിക രംഗത്തിൽ വിശുദ്ധി എന്നോട് ചോദിക്കുന്നത്, ഒരു വിശുദ്ധമായ ഒരു ജീവിതം നയിക്കണമെന്ന് എന്നോട് സദാ ചോദിക്കുന്നത് ആരാണ്? അതിനു വേണ്ടിയിട്ട് പടച്ചോനെ എന്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് നീ മാറ്റി തന്നെ റബ്ബേ, സാഹചര്യം അനുകൂലമാക്കി തരണം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നവൻ ആരാണ്? ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സദാചാരം നിലനിർത്താനുള്ള തൗഫീഖ് കൊടുക്കുമെന്നാണ്. പിന്നെയും പറഞ്ഞു, ആരാണ് എന്നോട് ഐശ്വര്യത്തെ ചോദിക്കുന്നത്, ഞാൻ അവനെ ഐശ്വര്യവാനാക്കുമെന്നാണ്. പടച്ചോൻ എനിക്ക് ക്ഷമ കിട്ടണത് റബ്ബ്, എനിക്ക് ക്ഷമിക്കാനുള്ള തോക്കത്ത് നൽകണേ എന്ന് നിരന്തരമായി കൊണ്ട് പടച്ച റബ്ബിനോട് ചോദിക്കുകയും പരിശീലനം സിദ്ധിക്കുകയും ചെയ്യുന്നവൻ ആരാണോ അവനെ ക്ഷമാലുവാക്കി റഹ്മാനായ റബ്ബ് മാറ്റുമെന്നാണ്. നോക്കൂ നിങ്ങൾ, അവിടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും നമ്മൾ ഓർമ്മപ്പെടുത്താണ്. പിന്നെയും പ്രവാചകൻ പറഞ്ഞു, ഖൈറിനെ ആരാണോ ആത്മാർത്ഥമായി കൊണ്ട് അന്വേഷിക്കുന്നത് അവൻക്കാണ് നൽകപ്പെടുക എന്ന. ആരാണോ ഷർറിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത് അവൻക്കാണ് ആ തിന്മയിൽ നിന്ന് മടങ്ങാൻ കഴിയുക എന്നതാണ്. സഹോദരങ്ങളെ, ഇതെല്ലാം നമ്മളോട് പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഒരു സംഗതിയും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരൂല. നമ്മളൊരു നല്ലൊരു പ്രൊഡക്റ്റ് ആയിക്കൊണ്ട് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ മാറൂല. അതിനെന്ത് വേണം? നമ്മുടെ ഭാഗത്തുനിന്നൊരു തീരുമാനവും, നമ്മുടെ ഭാഗത്തുനിന്നൊരു പരിശ്രമവും, നമ്മുടെ ഭാഗത്തുനിന്നൊരു പ്രാർത്ഥനയും. റഹ്മാനായ റബ്ബേ, മുന്നോട്ടുള്ള എല്ലാ തടസ്സങ്ങളും എനിക്ക് നീ മാറ്റിത്തരണമേ എന്നൊരു തവക്കുൽ നമുക്ക് വേണം. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക, ബാക്കി റഹ്മാനായ റബ്ബിനോട് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക എന്നതാണ്. നിങ്ങൾ പണിയെടുക്കൂ, ഓരോരുത്തർക്കും അവനക്ക് വേണ്ടി കരുതപ്പെട്ടതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകുമെന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅമ്മാ മൻ അഅത വത്തഖ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഅമ്മാ മൻ അഅത വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനയസ്സിറുഹു ലിൽ യുസ്ര. അല്ലാഹു പറയാ, എന്ത്? ആരാണ് കൃത്യമായി കൊണ്ട് നൽകാനുള്ളതൊക്കെ നൽകി സൂക്ഷ്മതാബോധം സ്വീകരിച്ചത്, അവൻ പിന്നെ ഹുസ്നയിൽ അവൻ സത്യപ്പെടുത്തിയത്, സ്വർഗമുണ്ട് പരലോകമുണ്ടെന്നൊക്കെ സത്യപ്പെടുത്തി അങ്ങനെ ജീവിച്ച ആളാരാണോ അവൻക്ക് അള്ളാഹു എളുപ്പത്തിലേക്ക് റഹ്മാനായ റബ്ബ് അവന് കാര്യങ്ങൾ എളുപ്പമായി കൊടുക്കുമെന്നാണ്. അതല്ല നേരെ വിപരീതം പ്രവർത്തിക്കുന്ന ആളുകളോ അവർക്ക് റഹ്മാനായ റബ്ബ് കുദ്ദുസത ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ പിന്നിലെ റബ്ബുണ്ട്. നന്മ ചെയ്യാൻ നമ്മൾ റെഡിയാണെങ്കിൽ നമ്മുടെ കൂടെ റബ്ബുണ്ടെന്ന് റഹ്മാനായ റബ്ബ് പറയണം. അതുകൊണ്ട് എന്താ നമ്മൾ പഠിച്ചത്? ഒന്നാമത്തെ പോയിന്റ് എന്താണെന്നറിയോ? സാഹചര്യം എത്ര മോശമായിക്കോട്ടെ സുഹൃത്തുക്കളെ, സാഹചര്യം എത്ര മോശമായിക്കോട്ടെ, നമ്മുടെ ഭാഗത്ത് പരിശ്രമമുണ്ടോ റഹ്മാനായ റബ്ബ് പൊന്നുപോലെ നമ്മളെ കൊണ്ടുനടക്കുമെന്നാണ്. നമ്മൾ ആഗ്രഹിച്ച സ്വർഗവടി ഉണ്ടല്ലോ,
കഠിനാധ്വാനം ചെയ്യുമ്പോൾ നമ്മൾ കിനാവ് കണ്ട സ്വർഗപാതയുണ്ടല്ലോ, നമ്മൾ ഭയപ്പെട്ട നരകത്തിന്റെ യാതനകളുണ്ടല്ലോ, ആ നരകത്തിൽ നിന്നുള്ള വഴിയിലേക്ക് ഭൂരിഭാഗം ആളുകളും വീണ്ടും യാത്ര തിരിക്കുമ്പോ റഹ്മാനായ റബ്ബിനോട് പടച്ചോനെ അതിൽ പോയി പെടാതിരിക്കാനുള്ള തൗഫീഖ് എനിക്ക് നീ നൽകണേ റബ്ബേ, ആ സ്വർഗവടിയിൽ തന്നെ നീ എന്നെ നിലനിർത്തണേ റബ്ബേ, ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ കിനാവ് കാണുന്നതും ആ സ്വർഗത്തിൽ തന്നെ നിൽക്കാനാണെന്ന് ആത്മാർത്ഥമായി കൊണ്ട് പടച്ച റബ്ബിനോട് ചോദിക്കാൻ നമ്മൾ റെഡിയാണോ? ലനഹ്ദിയന്നഹും സുബുലനാ. അതുകൊണ്ട് സഹോദര, ഒന്നാമത്തെ പോയിന്റ് ഇത് നമ്മുടെ വിഷയമാകണമെന്നാണ്. എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എന്റെ ഖബർ വിശാലമാകണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്റെ ഖബർ റഹ്മാനായ റബ്ബ് പ്രകാശപൂരിതമാക്കി തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്റെ മനസ്സിലാണ് ഒന്നാമത്തെ അജണ്ട ഉണ്ടാകേണ്ടത്. വേറെ ആരും നോക്കേണ്ടതില്ല. പടച്ചോനെ എനിക്കതിലുള്ള തൗഫീഖ് നീ നൽകണേ റബ്ബേ. എന്തൊക്കെ തടസ്സമുണ്ടോ അന്നിലേൽപ്പിച്ചു റബ്ബേ, ബാക്കിയൊക്കെ നീ നേരാക്കി തരണമെന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക എന്ന് തന്നെയാണ്. റഹ്മാനായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം നമ്മൾ ബോധവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? സാഹചര്യത്തെ നല്ലോണം ശ്രദ്ധിക്കണം തന്നെയാണ്. പല ആളുകളും ഇങ്ങനെ വഴുതി പോകണം എന്താണെന്നറിയോ? സാഹചര്യം മോശമായതുകൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ സാഹചര്യത്തിലായിരിക്കും ഉണ്ടാകുക. പല ആളുകളും തിന്മ ചെയ്തു പോകുന്നത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം അടങ്ങിയിട്ടാണ്. അതുകൊണ്ട് ബോധപൂർവമായ ഒരു ശ്രദ്ധ വെക്കേണ്ട. ഏതുപോലെ ഇപ്പൊ നമ്മളൊരു വെഴുക്കൽ അധികമുള്ള ഒരു ഭാഗത്തൂടെ നമ്മൾ നടക്കുമ്പോ സാധാരണ ഹൈവേ കൂടെ പോണ പോലെ സ്പീഡിൽ പോകും ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഒരു വെഴുക്കലുണ്ട്. വെഴുക്കിയാൽ വീണാലുള്ള പരിക്കും അനന്തര ഫലങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കും. അതുകൊണ്ട് കൈയൊക്കെ ഒന്ന് പിടിച്ച് ശരിക്ക് ശ്രദ്ധിച്ച് വെക്കുന്ന ഓരോ സ്റ്റെപ്പുകളും നമ്മൾ നല്ലോണം ആലോചിച്ചിട്ടേ നമ്മളെ പോകുള്ളൂ. ഒരു വെള്ള വസ്ത്രം ഇട്ടിട്ടാണെന്നുണ്ടെങ്കിലോ അല്ലേ, നമ്മൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കും. ഇത് ലൈഫിലും വേണം, ഇത് ലൈഫിലും വേണം. അൽഹംദുലില്ലാഹ്, റഹ്മാനായ റബ്ബ് ഒരു തൂവെള്ള വസ്ത്രം പോലെ സഹോദര നമ്മളിൽ നിന്ന് പാപത്തിൽ നിന്നൊക്കെ കഴുകി കളഞ്ഞൊരു മനസ്സ് നമുക്ക് തന്നിട്ട്, ഒരു തൗഫീഖ് തന്നിട്ട് ഇനിയും നമ്മുടെ മുമ്പിലൂടെ അങ്ങനെ പോകാനുള്ള വഴി അത്രയും ചളി കുളമായി നിൽക്കുന്ന ഭാഗത്തൂടെ നമുക്ക് നടക്കാനുള്ളത്. അതിലൂടെ ചളിയും നമ്മുടെ ദേഹത്തിലേക്കും മനസ്സിലേക്കും പുരളാതിരിക്കണമെങ്കിൽ ആര് ശ്രദ്ധിക്കണം? മറ്റുള്ളവരല്ല, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളാ നോമ്പ് നോറ്റത്, നമ്മളാ മനമൊരുക്കി പ്രാർത്ഥിച്ചത്, നാട്ടുകാരല്ല. സാഹചര്യത്തിൽ അപ്പുറത്തുപുറത്തുള്ള ആളുകളല്ല, അവർക്കൊരു ഐഡിയ ഇല്ല, അവരവരുടെ ലോകത്തിലുള്ളത്. നമ്മുടെ ചെവിയിലാണ് ഈച്ചപ്പെട്ടിട്ടുള്ളത്. ഈ പരലോകത്തെ കുറിച്ചുള്ള പേടിയും ബേജാറൊക്കെ നമ്മുടെ മനസ്സിലേ ഉള്ളൂ. അജണ്ട നമ്മുടേതാണ്. അതുകൊണ്ട് സഹോദര, നമുക്ക് വേണ്ടി സാഹചര്യം മാറൂല. സാഹചര്യം അങ്ങനെ മുന്നോട്ട് പോകും. ഇതിനേക്കാൾ വികൃതമായ അവസ്ഥയിലേക്ക് ഇനിയും പോകും. ആ സാഹചര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഈ നടത്തിയ പരിശ്രമങ്ങളെല്ലാം മാറിപ്പോകാൻ, ഛിന്ന ഭിന്നമാകുവാനും നഊദു ബില്ലാഹ് റഹ്മാനായ റബ്ബ് പറഞ്ഞില്ലേ, ചില ആളുകൾ നാളെ പരലോകത്ത് വരുമെന്നാണ്. തിഹാമ പർവ്വതത്തോളം സൽക്കർമ്മങ്ങളുമായി സഹോദര പരലോകത്തേക്ക് വരുന്ന ചില ആളുകളുണ്ടെന്നാണ് അള്ളാഹുവിന്റെ റസൂല് പറയാ. അവരുടെ കർമ്മങ്ങളെ ധൂളികളെ പോലെയാക്കി മാറ്റുമെന്നാണ്. സ്വഹാബാക്കൾ പറഞ്ഞു, സിഫ്ഹം ലനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് നിർഭാഗ്യന്മാരെന്ന് ഞങ്ങൾക്കൊന്ന് വർണ്ണിച്ചു തരിക. സ്വഹാബാക്കളുടെ ചോദ്യത്തിന് മുമ്പിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരത്തിയ ഉത്തരം അവർ ആരെന്നറിയുമോ? നാളെ പരലോകത്തേക്ക് സ്വതക്കയുമായി, സക്കാത്തുമായി, നോമ്പുമായി, ഹജ്ജുമായി ഒക്കെ വരുമെന്നാണ്. പക്ഷെ നഊദു ബില്ലാഹ്, രഹസ്യ ജീവിതത്തിൽ അവർ ഹറാമിന് അവസരം കിട്ടുമ്പോ അതിലങ്ങോട്ട് അഭിരമിച്ചു പോകുമെന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് ഇല്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വിശ്വാസി പങ്കെടുക്കാൻ പാടില്ലാത്ത സദസ്സുകൾ ഉണ്ട് സുഹൃത്തുക്കളെ. വിശ്വാസിന്റെ കാലൊച്ച കേൾക്കാൻ പാടില്ലാത്ത സദസ്സുകളുണ്ട്. അവിടെ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും ഇരിക്കുന്ന പാതയോരത്ത് നമുക്കിരിക്കണോ? അത് നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ഇരുന്നാൽ എന്റെ അമലിന് എന്തെങ്കിലും തകരാറുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടത് അല്ലേ? ആ ബസ് സ്റ്റോപ്പിൽ പോയി ഇരുന്നാൽ എനിക്ക് എന്ത് മെച്ചം? എന്റെ അമലുകൾ തകരുന്ന സാഹചര്യം ഉണ്ടോ? വേണ്ട. ആ വിവാഹത്തിൽ പങ്കെടുത്താൽ എനിക്ക് ദീനിയായിക്കൂടെ പ്രശ്നമുണ്ടോ? ഒഴിവാക്കണം അല്ലേ? നമ്മുടെ ദീനിനെ വ്രണപ്പെടുത്തുന്ന ഒന്നിലും നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അബൂത്വാലിബിനെ അറിയില്ല സുഹൃത്തുക്കളെ, നമ്മളെ അബൂത്വാലിബിനെ അറിയില്ലേ? അള്ളാന്റെ റസൂലിന്റെ മൂത്താപ്പ എല്ലാം ചെയ്തു കൊടുത്തില്ലേ? അദ്ദേഹം ചെയ്തു കൊടുക്കാത്ത എന്തെങ്കിലും സേവനമുണ്ടോ ബാക്കി? വിശ്വാസികളെക്കാൾ ഏറ്റവും കൂടുതൽ നന്നായിക്കൊണ്ട് സുഹൃത്തുക്കളെ അദ്ദേഹത്തിന്റെ അധികാരവും സമ്പത്തും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തണൽ വിരിച്ചു അദ്ദേഹം.
അദ്ദേഹത്തിന്റെ പ്രവർത്തനം കാണുമ്പോൾ നമ്മളൊക്കെ അറിയാതെ പടച്ചോൻ അദ്ദേഹം തൗഹീദിലേക്ക് വന്നിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു. എന്താ കാരണം അറിയോ നിങ്ങള്? എന്റെ കാരണം എന്നറിയും. ജീവിതം മുഴുവനും പ്രവാചകൻക്ക് തണൽ വിരിച്ചിട്ടും പ്രവാചകന്റെ കൂടെ സ്വർഗം കിട്ടാതെ പോകാനുള്ള കാരണം എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ ലൊക്കാലിറ്റിയാണ്, അദ്ദേഹത്തിന്റെ സാഹചര്യമാണ്, അദ്ദേഹത്തിന്റെ ഫ്രണ്ട് സർക്കിളാണ്, സുഹൃത്തു വലയമാണ്. മരണാസന്നനായി കടക്കുന്ന അബൂ ത്വാലിബിന്റെ മുമ്പിലേക്ക് പ്രവാചകൻ തനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നെ ശുക്ർ കാണിക്കാൻ വേണ്ടി അദ്ദേഹം പാഞ്ഞു വരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് കെഞ്ചി ചോദിക്കുന്നു, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും തപ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, നിങ്ങളുടെ മനസ്സിൽ ദീനിനാണ് സ്ഥാനം എന്ന് എനിക്കറിയാം. അദ്ദേഹം പറയുന്നുണ്ട്, വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന ലൗലൽ മലാമത്ത് ഔ ഹദാറും മുസിബ്ബ ലവജതനി സംഹം ബിദാക മുബീന. അല്ലേ, ഒരു കവി പാടിയ വാക്കാണ്. എന്താ? എനിക്ക് കൃത്യമായി കൊണ്ട് അറിയാമെന്നാണ്, പക്ഷേ ആളുകൾ എന്നെ ആക്ഷേപിച്ചുകൊണ്ട് പറയുമെന്ന ഭയമില്ലായിരുന്നുവെങ്കിൽ ഞാൻ സ്വീകരിക്കുമെന്ന. അദ്ദേഹം ഇങ്ങനെ ദഅവത്ത് നടക്കുമ്പോ കൂടെയുണ്ടായിരുന്ന അബൂജഹലും ടീമും വന്നിട്ട് പറയാണ്, എന്തേ അത്തർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബൂ ത്വാലിബ് അബ്ദുൽ മുത്തലിബിന്റെ റൂട്ട് മാറാനാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ആ ഒരു ഫ്രണ്ട് സർക്കിളിന്റെ ഒഴുക്കിൽപ്പെട്ട് സാഹചര്യത്തിന് നിന്നുകൊടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. അദ്ദേഹത്തിന്റെ അവസാനത്തെ വാക്ക് അബ്ദുൽ മുത്തലിബിന്റെ മതത്തിൽ തന്നെ ഞാനുണ്ട് എന്നാണ്. പ്രവാചകൻ കണ്ണീര് വാഴ്ത്തു പോകാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നബിയെ, താങ്കൾക്ക് ഇഷ്ടമുള്ള ആളുകളെ ഹിദായത്തിൽ എത്തിക്കാൻ താങ്കൾക്ക് കഴിയില്ല. അതിനുള്ള ക്വാളിറ്റി, അതിനുള്ള യോഗ്യത ആര് നേടുന്നുവോ അവൻക്കാണ് പടച്ചോൻ ഹിദായത്ത് കൊടുക്കുകയും ഹിദായത്ത് നിലനിർത്തുകയും ചെയ്യുക. സഹോദരാ, നാം ആർജിച്ചെടുക്കേണ്ടത് അതിനുള്ള യോഗ്യത ഉണ്ടാക്കുക എന്നുള്ളതാ. എന്താ യോഗ്യത? എന്താ യോഗ്യത? ബോധപൂർവമായ പരിശീലനം. എന്താ യോഗ്യത? റഹ്മാനായ റബ്ബിനോടുള്ള പ്രാർത്ഥന. എന്താ യോഗ്യത? സാഹചര്യങ്ങളെ നമ്മൾ ട്രീറ്റ് ചെയ്യുക, സാഹചര്യങ്ങളെ ബോധപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കുക. സാഹചര്യം നമുക്ക് വേണ്ടി അനുകൂലമാകില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ചരിത്രം നമ്മുടെ മുമ്പിൽ വിശാലമായി കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുഹൃത്തുക്കളെ, അങ്ങാടി സംസ്കാരം ഒഴിവാക്കാൻ പറ്റുന്നത്ര ശ്രമിക്കുക എന്നതാണ്. ഒരു വിശ്വാസി അധിക നേരം അങ്ങാടിയിൽ ഉണ്ടാകാൻ പാടില്ല. കഴിയുന്നത്ര വേഗം ഓടുന്ന് പുറത്ത് ചാടണമെന്നാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്. ലാ തകൂനന്ന അവ്വല മൻ യദ്ഖുലു സൂഖ വലാ ആഖിറ മൻ യഖ്റുജു മിൻഹാ. പ്രവാചകൻ പറയാ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതിനർത്ഥം കച്ചവടം ചെയ്യേണ്ടെന്നൊന്നല്ല സുഹൃത്തുക്കളെ. അല്ലാഹു റസൂൽ പറയാ, നിങ്ങൾക്ക് കഴിയുമോ അങ്ങാടിയിലേക്ക് ആദ്യമായി പോകുന്ന നീയാകാൻ പാടില്ല, അങ്ങാടിയിൽ നിന്ന് അവസാനമായി കൊണ്ട് കയറി വരുന്നത് നീയാകാൻ പാടില്ല. കാരണം എന്താ? നമുക്കറിയാം, അങ്ങാടി എന്ന് പറയുന്നത് പിശാചിന്റെ വിളനിലമാണ്. അങ്ങാടിയിലാണ് പിശാചിന്റെ സകലമാന പേക്കൂത്തുകൾ നമ്മൾ കാണുക. അങ്ങാടിയിലാണ് ചതി നമ്മൾ കാണുക, വഞ്ചന നമ്മൾ കാണുക, കളവ് നമ്മൾ കാണുക. അതേപോലെ തന്നെ ഗീബത്ത്, നമീമത്ത് പോലെയുള്ള എല്ലാ ഹറാം പറപ്പുകളും നമ്മൾ കാണുക. സുഹൃത്തേ, പലപ്പോഴും അവിടെ വെച്ചാണ്. അല്ലാഹു റസൂൽ പറയാ, ഖൈറുൽ ബുഖാഇ ഇലല്ലാഹ് മസാജിദുഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടം അത് പള്ളികളാണ്. കാരണം പള്ളിയിലേക്ക് ഒരു മനുഷ്യൻ വരുന്നത് തന്നെ സുഹൃത്തേ, ആ പാദങ്ങൾക്ക് പോലും പടച്ചറബ് കൂലി കൊടുത്തു. തുറക്കുമ്പോൾ പോലും, വാതിലേക്ക് കടക്കുമ്പോൾ പോലും അല്ലാഹു മുഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്, നിന്റെ കരുണയുടെ കവാടങ്ങൾ എനിക്ക് നീ നൽകണേ എന്ന് പറഞ്ഞിട്ടാണ്. ഒരു 5 മിനിറ്റ് പള്ളിയിൽ നമ്മൾ ചെലവഴിച്ചാൽ സഹോദരാ, നമ്മുടെ ദറജകൾ വർദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് ഖൈറുകൾ നാം പോലും അറിയാതെ കയറിയിട്ടുണ്ട്. പക്ഷെ 5 മിനിറ്റ് നമ്മൾ അങ്ങാടിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അവന്റെ ഈമാനിന് ഒരുപാട് പ്രഹരങ്ങൾ ഏറ്റിട്ടാണ് അവൻ തിരിച്ചു പോവുക എന്ന്. എത്ര ശ്രദ്ധിച്ചാലും കാണാൻ പാടില്ലാത്തവൻ കണ്ടിരിക്കും, കേൾക്കാൻ പാടില്ലാത്തവൻ കേട്ടുപോയിട്ടിരിക്കും. അതൊക്കെ അവന്റെ മനസ്സിനൊരർത്ഥത്തിൽ ബാധിക്കും. പിന്നെ ഇതൊക്കെ ബോധപൂർവ്വം ഒന്ന് കിടുകിക്കളയാൻ അവരെന്തെങ്കിലും ശ്രദ്ധിച്ചാൽ അവനക്ക് ആ ഒരു പ്രഹരം മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പലപ്പോഴും പല ആളുകളും ഒരു ഒഴിവ് സമയം കിട്ടുമ്പോൾ അവിടെ പോയിരിക്കുക. നൈറ്റ് ലൈഫുകളുടെ കാലം അല്ലെ, നൈറ്റ് ലൈഫുകളുടെ കാലം. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, രാത്രി നിങ്ങൾക്ക് റബ്ബ് സമ്മാനിച്ചത് എന്തിനാ? വിശ്രമിക്കാൻ വേണ്ടിയിട്ടാ. എങ്കിലേ പകല് നിങ്ങൾക്ക് ഇബാദത്ത് എടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ്. രാത്രി മുഴുവൻ തെണ്ടുക, രാവിലെ മുഴുവൻ സുബഹി പോലും നഷ്ടപ്പെടുത്തി കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്ന പുതുതലമുറയുടെ സംസ്കാരത്തിലേക്ക് സഹോദര, വിശുദ്ധ റമളാൻ രാവും പകലും ഉപയോഗപ്പെടുത്തിയ ഞാനും നിങ്ങളും പോകുന്നുണ്ടെങ്കിൽ നഊദു ബില്ലാഹ് നമ്മളെ കാത്തിരിക്കുന്ന നരകമായിരിക്കും.
നമസ്കാരത്തിന്റെ സമയത്ത് കിടന്നിറങ്ങുന്നവനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയാ, അവൻ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ആ മനുഷ്യനെ കാത്തിരിക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അവന്റെ ശിരസ് വലിയൊരു കല്ല് കൊണ്ടുവന്ന് ചതക്കുന്ന ശിക്ഷയാണത്ര. നഊദു ബില്ലാഹ്. അവിടെ നമ്മൾ അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കണം. സുഹൃത്തുക്കളെ, എന്നെന്നുമായൊരു വിശുദ്ധമായൊരു ജീവിതം നമുക്ക് നയിക്കണമെങ്കിൽ ബോധപൂർവമായ ചില സ്റ്റെപ്പുകൾ നിരന്തരമായി നാം എടുത്തേ പറ്റൂ എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തിന്മയിൽ നിന്നും പരിപൂർണമായി കൊണ്ട് നമുക്കൊന്ന് മുക്തമാകാൻ കഴിയണമെന്നാണ്. ഹിജറ പോകണമെന്നാണ്. അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് നമുക്ക് കാണാൻ പറ്റും. ശരിക്കുള്ള മുഹാജിർ ആരാണ്? ശരിക്കുള്ള മുഹാജിർ ഒരു സ്വദേശം വെടിഞ്ഞ് പരദേശത്തേക്ക് പോയവനെ കുറിച്ച് മാത്രമല്ല പറയാം. മുഹാജിർ എന്ന് പറഞ്ഞ ആരാ? അവൻ അള്ളാഹു വിലക്കിയ കാര്യങ്ങളെ വെടിയുമ്പോഴാണ് ശരിക്കും ഒരാൾ മുഹാജിർ ആവുക എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ബോധപൂർവമായി നമുക്ക് തിന്മയാണെന്ന് ഉള്ള ഒന്നിലേക്കും അറിഞ്ഞുകൊണ്ട് പ്രവേശിക്കാതിരിക്കുക. അറിഞ്ഞുകൊണ്ട് ആ വീഡിയോ നമ്മൾ ഓണാക്കണ്ട. അറിഞ്ഞുകൊണ്ട് ആ സൈറ്റിൽ നമ്മുടെ വിരലുകൾ അമർത്തണ്ട. അറിഞ്ഞുകൊണ്ട് അത് നമ്മൾ സ്ക്രോൾ ചെയ്യേണ്ട. അറിഞ്ഞുകൊണ്ട് നമ്മൾ അത് ഫോർവേഡ് ചെയ്യണ്ട. അറിഞ്ഞുകൊണ്ട് നമ്മൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണ്ട. അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിൽ വേണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണമെന്നാണ്. പരിപൂർണമായി നമ്മൾ റമളാനിൽ പിഴുതെറിഞ്ഞതിൽ നിന്നും നമ്മൾ ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക എന്ന അതിന് നമുക്ക് ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റി എന്താണെന്നറിയോ? ദേഹേച്ഛകളെ അതിജയിക്കാൻ കഴിയണമെന്നാണ്. റമളാനിൽ കഴിഞ്ഞു, ഹലാലാക്കിയതിനെ പോലും അത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു സ്ട്രെങ്ത്, ഒരു പവർ, ഒരു ഈമാനിക ആവേശം റബ്ബ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് കെട്ടണയുന്നതിന് മുൻപ് റമളാനിൽ കഴിഞ്ഞ ഒന്നാമത്തെ വെള്ളിയിലാണ് നമ്മളുള്ളത്. പരിമിതമായ ദിവസങ്ങളെ നമ്മൾ തിരിഞ്ഞു കളഞ്ഞിട്ടുള്ളൂ. സുഹൃത്തുക്കളെ, ശരിക്കും നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഒരു കെട്ടിടം നമ്മളിങ്ങനെ വാർക്കുമ്പോൾ, ഒരു മതിൽ നമ്മളിങ്ങനെ കുറച്ച് അടിയിൽ നിന്ന് കെട്ടിപ്പൊക്കുമ്പോൾ വെറുതെ കല്ലിട്ട് പൊക്കൂലല്ലോ. ഇടയിൽ നമ്മൾ ഓരോ ബെൽറ്റുകൾ കൊടുക്കും. എന്തിനാത്? നമുക്കറിയാം, ഒരു പരിധിക്കപ്പുറത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കരിങ്കല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു മഴ വന്നൊക്കെ പോകുന്നുള്ള. അതുകൊണ്ട് ആ ബെൽറ്റിടൽ പ്രോസസ് അത് നമ്മുടെ അമലുകൾക്കും വേണമെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളിങ്ങനെ കെട്ടുയർത്തി നിൽക്കുകയാണ് അല്ലേ? ഇനി നമ്മളിങ്ങനെ കോൺക്രീറ്റ് ഇട്ടിട്ട് നമ്മൾ നിലനിർത്തണം. അതിനുള്ള പണി ഇനി നമ്മൾ എടുക്കണം. അല്ല എങ്കിൽ നല്ലൊരു കാറ്റ് വന്നതുപോലെ എന്തെങ്കിലും തിന്മ വന്നു കഴിഞ്ഞാൽ നമ്മളോട് പോകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ബോധപൂർവമായി നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ഇച്ഛാശക്തി നേടിയെടുക്കുക എന്നുള്ളതാണ്. മാനസിക ശക്തി നമ്മൾ നേടിയെടുക്കാം. എന്ത് വന്നാലും ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബിന് ഇഷ്ടമില്ലാത്ത ഞാൻ കാണൂല, കേൾക്കൂല, ആസ്വദിക്കൂല, പടച്ചോനെ എനിക്കതിന്റെ തോക്കത്ത് നൽകണേ എന്ന് നമ്മൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. പണ്ഡിതന്മാര് പറയാറുണ്ട്, ഒരു തിന്മ നമുക്ക് കാണാൻ അവസരം കിട്ടുമ്പോ അപ്പൊ നമ്മുടെ മനസ്സിങ്ങനെ കൊതിക്കുമ്പോ അതിൽ നിന്നും പിടിച്ചു വെക്കാൻ നാം കാണിക്കുന്ന ശ്രമമുണ്ടല്ലോ, അതിനേക്കാൾ ശ്രമിക്കേണ്ടി വരും ആ തിന്മ ചെയ്തത് കാരണം പടച്ച റബ്ബ് നൽകുന്ന ശിക്ഷക്ക് മുമ്പിലെന്നാണ്. അതങ്ങോട്ട് ചെയ്തു പോയാൽ പിന്നെ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ഇരു ലോകത്തിലും നാളെ പരലോകത്തിലും നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ ഒരു പക്ഷെ നമുക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്നാണ്. ഇതിനേക്കാൾ വലിയ ക്ഷമ നമ്മൾ അതിനുവേണ്ടി കാണിക്കേണ്ടി വരും. ചിലപ്പോൾ ആ തിന്മ ചെയ്തു പോയതിന്റെ ഒരു സൈഡ് എഫക്ട് എന്നുള്ള നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ഒരു ശിക്ഷ നമുക്ക് തന്നാൽ, ഒരു മാറാവ്യാധി നമുക്ക് തന്നാൽ എത്ര നമ്മൾ ക്ഷമിക്കേണ്ടി വരും? അത്ര ക്ഷമിക്കേണ്ടി വരൂല ഒരു തിന്മയുടെ മുഖത്തും തല തിരിക്കാനെന്ന. അതുകൊണ്ട് സുഹൃത്തുക്കളെ, റമളാനിന്റെ രാപ്പകൽ താഴ്ത്തിയ കണ്ണുകൾ എവിടെ നിന്ന് നമുക്ക് നമ്മൾ താഴ്ത്തിയിട്ടുണ്ടോ അത് ഇനിയും താഴ്ന്നു കിടക്കട്ടെ. കണ്ണിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കണ്ണിനെ ശ്രദ്ധിക്കാൻ ഒരു മനുഷ്യർക്ക് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയാ, സ്വർഗത്തിന് വേണ്ടി ഞാൻ അവനക്ക് വാദിക്കുമെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹ് പോലും പറയാണ്, നിങ്ങൾക്ക് ചാരിതാർത്ഥ ബോധം വേണോ? ഒരു ആത്മീയ വിശുദ്ധി നിങ്ങൾക്ക് വേണോ? വിശുദ്ധമായ ജീവിതമാണ് നമ്മൾ ആദ്യം പരിശീലിക്കേണ്ടത്. ഹറാമിൽ നിന്ന് കണ്ണിന് താഴ്ത്താൻ വേണ്ടി തന്നെയാണ്. അതെനിക്ക് വേണ്ട എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഒരു ആത്മനിയന്ത്രണത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് എന്താ അറിയോ, ടൂറും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്.
എല്ലാ അർത്ഥത്തിലും ആളുകൾ പുറത്തേക്ക് പോകുന്ന സാഹചര്യമാണ്. 30 ദിവസം കഴിഞ്ഞതിന്റെ ഒരു ആഘോഷ തിമർപ്പിലാണ് ആളുകളൊക്കെ ഉള്ളത്. നല്ലൊരു ആത്മനിയന്ത്രണം ഇല്ലാതെയാണ് നമ്മൾ ടൂർ പോകുന്നതെങ്കിൽ, നല്ലൊരു ആത്മനിയന്ത്രണം ഇല്ലാതെയാണ് നമ്മൾ എവിടെയെങ്കിലും സഞ്ചരിക്കുന്നതെങ്കിൽ, നമ്മുടെ കയ്യിൽ നീ ഇത്രയും കാലം ജീവിച്ച് തീർത്ത ഈ നേടിയെടുത്ത വിശുദ്ധിയൊക്കെ നഷ്ടപ്പെടാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകണമെങ്കിൽ അനിവാര്യമായി നമ്മൾ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ഷമ തന്നെയാണ്. ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. ഈ ക്ഷമ എന്ന് പറയുമ്പോൾ രോഗം ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നതിനെ കുറിച്ചല്ല ആദ്യം പണ്ഡിതന്മാർ പറഞ്ഞത്. അസ്വബറു അലാ തഅത്തില്ലാ. പണ്ഡിതന്മാര് പറഞ്ഞ ക്ഷമയുടെ ഒന്നാമത്തെ വിഭാഗം എവിടെയെന്നറിയോ? അസ്വബറു അലാ തഅത്തില്ലാ. അല്ലാഹ് പറഞ്ഞ റൂട്ടിൽ ജീവിക്കാൻ കാണിക്കുന്ന ക്ഷമ എന്നാണ്. അതിന് കുറച്ച് ക്ഷമിക്കേണ്ടി വരും ഇൻഷാ അല്ലാഹ്. ആ ക്ഷമ അത് റബ്ബ് നമുക്ക് തരും. ആദ്യം പറഞ്ഞ പോയിന്റ് ഓർമ്മ വേണം. പടച്ചവനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. പടച്ചവനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ എല്ലാം നടക്കും സുഹൃത്തുക്കളെ, എല്ലാം നടക്കും ഇൻഷാ അല്ലാഹ്. റഹ്മാനായ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ ജീവിതത്തിൽ നമുക്കൊരു തിരിച്ചറിവും നമുക്കൊരു പ്രതിജ്ഞാബദ്ധമായ മനസ്സും എല്ലാം പടച്ചോനെ നീ എനിക്ക് അനുകൂലമാക്കി തരണമേ എന്ന ഒരു ചോദ്യവും പറച്ചിലും നിരന്തരമായി ഉണ്ടാകണം. ഒരു ദിവസം പോലും സുഹൃത്തെ നമുക്കതിന് ഒഴിവില്ല. പെരുന്നാളിന്റെ അന്ന് പോലും നമുക്കത് ഒഴിവല്ല. ആഘോഷ തിമിർപ്പിൽ നമുക്കത് ഒഴിവല്ല. നമ്മുടെ വീട്ടിൽ കല്യാണം നടക്കുന്ന ആളുകൾ ഓടിപ്പായുന്നു, അന്നും നമുക്ക് ഒഴിവില്ല. ദിക്ർ ദുആഇൽ നിന്നും നമ്മൾ ഒഴിവല്ല. അങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റുമോ? അങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റുമോ? എങ്കിൽ നമ്മൾ വിജയിക്കും. നമ്മുടെ മനസ്സിൽ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാകണം. ഇന്ന് ഞാൻ ഇന്നത് ചെയ്തോ? പേപ്പറും പേനടുത്തോട്ട് കൊത്തണമെന്നില്ല. നിസ്കരിച്ചോ? എന്റെ ജമാഅത്ത് കിട്ടിയോ? രാവിലെ അധികാരങ്ങൾ ചെല്ലോ? ഇന്നും ഒരു 10 പേജ് ഞാൻ ഖുർആൻ ഓതിയോ? അല്ലേ? ഇന്നൊരു നന്മ ഞാൻ കേട്ടോ? നന്മ ഞാൻ പഠിച്ചോ? നന്മ ഞാൻ ഷെയർ ചെയ്തോ? ഉണ്ടാകട്ടെ അജണ്ടകൾ മനസ്സിൽ, ഉണ്ടാകട്ടെ അജണ്ടകൾ മനസ്സിൽ. ഓരോന്നും നമ്മുടെ മനസ്സിൽ ടിക്കിട്ട് പോകുക. എങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. അതിന് കുറച്ച് സബർ വേണം, അതിന് കുറച്ച് ക്ഷമ വേണം, തവക്കുൽ വേണം. നിരന്തരമായി റബ്ബിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കണം. ബോധപൂർവമായ തിന്മകൾ നമ്മൾ വിട്ടു നിൽക്കണം. എങ്കിലേ തൗഫീഖ് ഉണ്ടാകുള്ളൂ. അരിച്ചരിച്ചു വയറും പിശാച്. നല്ലോണം ആലോചിച്ചോളി കച്ചവടക്കാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ലോണം ആലോചിച്ചോളി. ഓരോരുത്തരും എങ്ങനെ പൂട്ടണമെന്ന് പിശാചിന് പ്ലാനുണ്ട്. ഓരോരുത്തരെയും എങ്ങനെ പൂട്ടണമെന്ന് പിശാചിന് പ്ലാനുണ്ട്. കച്ചവടക്കാരനാണോ നീ? എങ്കിൽ കച്ചവട രംഗത്തൊരു സൂക്ഷ്മത കുറവ്. പതിയെ അതൊരു രൂപയല്ലേ, അതിന് 50 പൈസ അല്ലേ, വിട്ടേക്ക്. ഇങ്ങനെ പിന്നെ 50 500 നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ 500 5000 ആകുമ്പോൾ നമ്മളെ മനസ്സിൽ കൂസലുണ്ടാവില്ല. അതുകൊണ്ട് സുഹൃത്തുക്കൾ വിട്ടുകൊടുക്കരുത്. പിശാചിന്റെ ഇടപെടലിനെ കുറിച്ച് പരിപൂർണമായ ബോധം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് മനോഹരമായ ഒരു ചോദ്യം, മത്താ യജിദുൽ അബ്ദു റാഹ. എപ്പോഴാ ഒരു അടിമക്ക് ഒരു റാഹത്ത് ഉണ്ടാകുക, ഒരു സ്വസ്ഥതയും സമാധാനം എപ്പോഴാ ശരിക്കും അവർ അനുഭവിക്കുക? അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഇൻദ അവ്വലി ഖദമിൻ ഫിൽ ജന്ന. എല്ലാ ഏർപ്പാടും കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് ആദ്യത്തെ കാലടി വെക്കുമ്പോഴേ ആ മനുഷ്യനിക്ക് ശരിക്കും റാഹത്തുള്ളൂ എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു 30 ദിവസമല്ല നമ്മുടെ റാഹത്തിന്റെ വാലിഡിറ്റി. സ്വർഗം വരെയാണ് നമ്മുടെ യാത്ര. ഒരുപാട് കടമ്പകൾ നമുക്ക് കടക്കാനുണ്ട്. ഇൻഷാ നമ്മുടെ കൂടെ റബ്ബുണ്ട്. നമ്മുടെ പരിശ്രമം, പ്രാർത്ഥന നമുക്ക് ഉണ്ടാകണം. എപ്പോഴും നിരന്തരമായ നന്മയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. ഒരു മനുഷ്യൻ എങ്ങനെയാണോ മരിച്ചത് അങ്ങനെയായിരിക്കും പരലോകത്ത് വരിക എന്നാണ്. നമ്മൾ കിനാവ് കാണണം. ഒരു ആരാധന നിർവഹിച്ചു കൊണ്ടിരിക്കുകയുള്ള ഒരു മരണം, അള്ളാഹുലേക്ക് ഇരുകൈകൾ നീട്ടിക്കൊണ്ടിരിക്കുകയുള്ള ഒരു മരണം, ഒരു നന്മയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ റബ്ബ് നമ്മളെ തിരിച്ചു വിളിക്കുന്ന അങ്ങനെ മലക്കുകൾ നമ്മുടെ റൂഹിനെ ഏറ്റെടുക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു മരണത്തെ കുറിച്ച് സഹോദര നമ്മൾ പ്രാർത്ഥിക്കാൻ കഴിയണം. അല്ലെ, ഒരു മരണവക്കിൽ കിടന്ന് വിതുമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്തിന്റെ വാർത്ത കേട്ടാണ് മെമ്പറിലേക്ക് കയറിയത്. നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. ഒരു സഹോദരൻ ബൈക്ക് ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു കാട്ടുപന്നി മുമ്പിൽ ചാടിയിട്ട് അദ്ദേഹം വീണു. തലക്ക് കാര്യമായ പരിക്കേറ്റു. സർജറിക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. 3 പിറക്കമിട്ടാത്ത മക്കളുടെ ഉപ്പയാണ്. 1 മാസം മാത്രം പ്രായമായ കുട്ടിയുടെ ഉപ്പയാണ്. എപ്പോഴാ, ആർക്കാ, എന്താ, എങ്ങനെയൊന്നും പറയാൻ പറ്റൂല സുഹൃത്തുക്കളെ. അദ്ദേഹത്തിന്റെ പരിപൂർണമായ ഒരു ആഫിയത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക.
അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പരിപൂർണമായ ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പരീക്ഷണത്തിൽ സഹിക്കുവാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകട്ടെ. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് പാഠമാണ്. ഒരു നന്മയിലായിരിക്കും തിരിച്ചു പോകാൻ നമുക്ക് കഴിയണം. ബോധപൂർവമായി ശ്രദ്ധിക്കുക, നിരന്തരമായി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് തന്നെ നമ്മുടെ ആഗ്രഹപ്രകാരം നല്ലൊരു ഈമാൻ കിട്ടിയൊരു മരണം റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാർ. കഷ്ടപ്പെട്ട് നേടിയെടുത്ത അമലുകളൊക്കെ, മ്യാൻമറിലെ 30 നില കെട്ടിടം തകരുന്ന കാഴ്ചകൾ ഇപ്പോഴല്ലേ നമ്മൾ കണ്ടത്? അതിനേക്കാൾ വേഗത്തിൽ നമ്മൾ നേടിയെടുത്ത അമലുകൾ തകർന്നു വീഴും സുഹൃത്തുക്കളെ. ആ 30 നില കെട്ടിപ്പൊക്കാൻ എത്ര മാസങ്ങൾ അധ്വാനം വന്നിട്ടുണ്ടാവും അല്ലെ? എത്ര മണിക്കൂറുകൾ എടുത്തിട്ടുണ്ടാവും? ചെറിയൊരു ഭൂചലനം ഉണ്ടായപ്പോഴേക്കും ഖലാസ്, അത്രയേ ഉള്ളൂ. അതിനേക്കാൾ വേഗത്തിൽ തീരും നമ്മുടെ കർമ്മങ്ങൾ. അതുകൊണ്ട് റബ്ബ് ഇതൊക്കെ തിരിച്ചു തരാൻ റെഡിയാണ്. ചെറിയൊരു പ്രോസസ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. ആത്മാർത്ഥമായി കൊണ്ട് പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. റഹ്മാനായ റബ്ബ് ആ നിലക്ക് എങ്ങനെയായി ജീവിക്കണമെന്നാണോ താല്പര്യപ്പെടുന്ന അങ്ങനെ തന്നെ ജീവിച്ച് മരിച്ച് സ്വർഗം കണ്ട് മരിക്കാനും സ്വർഗത്തിലേക്ക് എത്താനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകട്ടെ. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അതെല്ലാം പരിപൂർണമായി കൂടി ശ്രദ്ധിച്ചു മുന്നേറുള്ള അപാരമായ തൗഫീഖ് റഹ്മാനായ റബ്ബ് നൽകുന്ന മഹാഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ റഹ്മാനായ റബ്ബ് നമ്മ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകളും വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ടും കടം കൊണ്ടും ഒക്കെ ഒരുപാട് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. റഹ്മാനായ റബ്ബിനോട് എല്ലാവിധ പ്രയാസം ദൂരീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്നെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ് റഹ്മാനായ റബ്ബ്, ഞങ്ങൾ നിന്നെ ഏൽപ്പിക്കുന്നു. അല്ലാഹുവേ, ആ രൂപത്തിൽ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. എന്തെങ്കിലും അനർത്ഥങ്ങളൊക്കെ ഭാവി ജീവിതത്തിൽ വന്നു പോകുന്നുണ്ടെങ്കിൽ അല്ലാഹുവേ അതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണേ റഹ്മാനെ. ചെയ്തു വെച്ച എല്ലാ നന്മകളും റഹ്മാനായ റബ്ബേ, എത്ര വലിയ പോരായ്മകളുണ്ടെങ്കിൽ നീ സ്വീകരിക്കണമേ റബ്ബേ. എന്തെല്ലാം വീഴ്ചകൾ വന്നിട്ടുണ്ട് അത്ര വലുതാകട്ടെ റഹ്മാനായ റബ്ബേ. നിന്റെ അവിടുത്തെ വലിയ കൃപ കൊണ്ട്, ഫള് കൊണ്ട് ഞങ്ങൾക്കതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ഈ വിശുദ്ധ റമളാനിൽ നീ നൽകിയ നരകമോചനത്തിന്റെ ആളുകൾ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ലൈലത്തുൽ ഖദ്ർ സമ്മാനിച്ച മഹാഭാഗ്യവാന്മാരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.